മക്കളെ എല്ലാവർക്കും സുഖമാണോ? അമ്മക്കിളിക്ക് സുഖമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് അമ്മക്കിളി വിശ്വസിക്കുന്നു. അമ്മക്കിളിയുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് അതായത് ഇപ്പോഴൊക്കെ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ ചുമ്മാ വില കൂടുതൽ കൊടുത്തു അല്ലെങ്കിൽ കിട്ടുമ്പോഴല്ലേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരേ സംഭവം കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ, അതല്ലേ നമുക്ക് ഏറ്റവും മുഖ്യം. അതായത് ഇഷ്ടംപോലെ ജെംസുമാരി ഇങ്ങനെ വാരി ബക്കറ്റ് കണക്കിൽ കിട്ടിയിരിക്കുമല്ലേ. അപ്പം എന്താണ് ജെംസുമാരി കിടക്കുന്നത്? മുത്തുണ്ടല്ലോ, മുത്ത് വാരിയിട്ട പോലെ ഉണ്ട്. നമുക്കിതൊന്ന് കണ്ടു നോക്കിയാലോ, എന്താണ് ഈ മുത്ത് വാരിയിട്ട പോലെ അല്ലേ, കളർ ജെംസ് വാരിയിട്ട പോലെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം ഈ വെള്ളത്തിലോട്ടിട്ട് എന്തോ ചെയ്യാൻ പോകുന്നത്, എൻ്റെ മക്കളെ കഴുകി പറക്കിയെടുക്കാനാ കേട്ടോ. ഇന്ന് അമ്മക്കിളി ചെയ്യാൻ പോകുന്നത്, ഇപ്പം തക്കാളി ഇഷ്ടം പോലെ ഉണ്ട്, ഈ സീസണിലെ നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് നമുക്ക് കുറച്ച് ദിവസങ്ങൾ വെച്ചിരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. ഒരു തക്കാളി തൊക്ക് അല്ലെങ്കിൽ തക്കാളി സമ്മന്തി എന്ന് പറയും, അല്ലെങ്കിൽ തക്കാളി കൂട്ടെന്ന് പറയും, എന്ത് വേണമെങ്കിലും പറയും. ഇത് നമുക്ക് കുറച്ച് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. പ്രിസർവ് ചെയ്യുന്ന വേറെയാണ്, ഇത് വന്നിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെക്കുന്നത്. ഇത് നമുക്ക് എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം. ചപ്പാത്തി, ദോശ, ഇഡ്ഡലി, ചോറ്. ഇനി ഇത് നമുക്ക് നല്ല തുടച്ചെടുക്കാം, ഒട്ടും വെള്ളം കാണരുത്. ഇത് മിക്സിയിലോട്ടിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം മക്കളെ. നമുക്കിൽ ഈ ഉള്ളിയും കരിയാപ്പിലയൊക്കെ അരിഞ്ഞ് റെഡിയാ വെച്ചിട്ടുണ്ട്. അടിഭാഗം കട്ടിയുള്ള ഒരു ചീൻചട്ടി എടുക്കണം, കാരണം നല്ല പറ്റിച്ചു എടുക്കണം. കുറേ നേരം ഇങ്ങനെ ഇളക്കി എടുക്കണം, അതുകൊണ്ട് ഇങ്ങനെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കടു പൊട്ടി കഴിയുന്ന ഉടനെ ഉള്ളി ഇടണം. ഉള്ളി ഇട്ട ഉടനെ ഞാൻ നേരത്തെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഉപ്പും മഞ്ഞപ്പൊടി ഇടണം. ഉള്ളി നല്ലപോലെ ബ്രൗൺ കളർ ആകണം, ഇല്ലെങ്കിൽ ചീത്തയായി. ഇപ്പോൾ നമ്മൾ കുറേ നാൾ വെച്ചിരിക്കാനുള്ളതല്ലേ. അത് കഴിയുമ്പോൾ ഇച്ചിരി വെളുത്തുള്ളി ഇഞ്ചിയുടെ പേസ്റ്റ് അങ്ങോട്ട് ഇട്ടാൽ നല്ല മണം കിട്ടും കേട്ടോ. ഇത് നല്ല ഒന്ന് വഴന്ന് കഴിയുന്ന ഉടനെ ശകലം മുളക് പൊടി ഇടണം, എരിവിന് വേണ്ടി. അത് കഴിയുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ചിക്കൻ മസാല ഒരു 1/2 സ്പൂൺ ഇടണം. അപ്പം ഇതെല്ലാം നല്ല വഴന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി മിക്സിയിലിട്ട് അടിച്ചു വെച്ചാൽ തക്കാളിയുടെ ഗ്രേവി അങ്ങോട്ട് ഒഴിക്കാം കേട്ടോ. നല്ല മിക്സ് ചെയ്യണം കേട്ടോ. ഇത് നല്ല പറ്റി, അറിയാമല്ലോ തൊക്കെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ സ്പൂണിൽ കോരിയാൽ അതിൽ നിൽക്കണം, എന്തൊക്കെ പോലെ ആകണം. അതിൻ്റെ കൂടെ ഇതിന് ഒട്ടും വെള്ളം ഒഴിക്കരുത്. രണ്ടാമത്തെ കാര്യം, എണ്ണ ഇതിൽ മേളിൽ പൊങ്ങി വരും, അതാണ് ഇതിൻ്റെ ശരിക്കും ഉള്ള പരുവം. പിന്നെ ഇതിച്ചിരി സമയം എടുക്കും കേട്ടോ, ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇച്ചിരി കുഴിയുള്ള പാത്രമായിരിക്കണം, ഇല്ല ഇതിങ്ങനെ കുഴമ്പ് പരുവത്തിലായതുകൊണ്ട് ഇതിങ്ങനെ തെറിക്കും. നല്ല ഒരുമാതിരി കുറുകി വരുന്നുണ്ട്. നല്ല കിടിലൻ തക്കാളി സമ്മന്തി, അല്ലെങ്കിൽ തക്കാളി തൊക്ക്, ഇല്ലെങ്കിൽ തക്കാളി ഗ്രേവി, എങ്ങനെ വേണമെങ്കിലും പറയാം. മക്കളെ ഇത് എത്ര മാസം ഇരുന്നാലും കേടാകത്തില്ല. എണ്ണ ഇങ്ങനെ മേളിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കും, അതാണ് ഇതിന്റെ ശരിക്കും പരുവം കേട്ടോ. നമ്മുടെ അച്ചാർ ഇരിക്കുന്ന പോലെ ഇരിക്കും കേട്ടോ. നല്ല കഴുകി തുടച്ച് ഒരു കുപ്പിയിലോട്ട് ഞാനിപ്പോൾ ഇത് എടുത്ത് വെക്കാൻ പോകാം കേട്ടോ. കുറേശ്ശെ അങ്ങോട്ട് ഇടണം. എന്താ കുപ്പിയിലിട്ട് അടച്ച് നമുക്കെടുത്ത് വെക്കാം, കഴിക്കാതിരുന്നോളൂ. എണ്ണ നല്ലതുപോലെ ഉള്ളത് കൊണ്ട് ഒരു കുഴപ്പം വരത്തില്ല. ഫ്രിഡ്ജിൽ വേണേലും വെക്കാം, ഇല്ല വെളിയിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ മക്കളെ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് വലിയ തക്കാളി ആണെങ്കിൽ കുറച്ചുകൂടെ ദശ കാണുമ്പോൾ ഇച്ചിരൂടെ അളവ് കൂടും കിട്ടും. ഇതിപ്പോൾ ഞാൻ ഇട്ടതെല്ലാം ചെറിയ തക്കാളിയല്ലേ, ഇത് ട്രൈ ചെയ്ത് നോക്കിയതാ കേട്ടോ. കുഴപ്പമില്ല, അടിപൊളിയാണ് കേട്ടോ. തക്കാളി വിലക്കുറവിൽ കിട്ടുന്ന സമയത്തെ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് നാളത്തേക്ക് വെച്ചേക്കാമല്ലോ. വിലക്കുറവുള്ളപ്പോൾ, വലിയ വിലയുള്ളപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നിങ്ങളെല്ലാവരും അമ്മക്കിളിക്ക് വേണ്ടി പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കണം കേട്ടോ മക്കളെ.